നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുഴൽമന്ദം ശിവദാസൻ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും 5 ലക്ഷം പിഴയും. ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി, ഒറ്റപ്പാലത്തിന് ഓവറോൾ കിരീടം. ജാപ്പനീസ് പരിസ്ഥിതി പ്രവർത്തകൻ വെള്ളിനേഴി മിയാവാക്കി മാതൃകാവനം സന്ദർശിച്ചു. പന്ന്യങ്കാര ടോളിൽ സമീപ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കുള്ള സൗജന്യം നിർത്തുന്നു. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. കുഴൽമന്ദം ശിവദാസൻ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും 5 ലക്ഷം പിഴയും. കുഴൽമന്ദം ശിവദാസൻ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം പിഴയും ശിക്ഷ. രണ്ടാം പ്രതി കുഴൽമന്ദം കണ്ണന്നൂർ കാട്ടിരം കാട്ടിൽ പ്രസാദിനെയാണ് പാലക്കാട് 3 അഡീഷണൽ സെഷൻസ് ജഡ്ജ് KP തങ്കച്ചൻ ശിക്ഷിച്ചത്. 2013 ജൂൺ 3 ഉച്ചയ്ക്ക് 3:50 കേസിനാസ്പദമായ സംഭവം. ക്ഷേത്രത്തിൽ പൂജ നടത്തിപ്പിനെ ചൊല്ലിയുള്ള തർക്കവും അതിർത്തി തർക്കവും ഒന്നാം പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് പരാതിപ്പെട്ടതിനുള്ള മുൻ വിരോധവും കൊലപാതകത്തിന് കാരണമായത്. പുല്ലുപാറ എന്ന സ്ഥലത്ത് പ്രതികൾ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന ശിവദാസനെ ഇടിച്ചു വീഴ്ത്തി വാളുകൊണ്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 56 മാരകമായ പരിക്കുകൾ ഏൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കേസിലെ ഒന്നാം പ്രതിയായ കുഴൽമന്ദം കണ്ണന്നൂർ കാട്ടിരം കാട്ടിൽ പ്രകാശൻ കസ്റ്റഡിയിലിരിക്കെ പാലക്കാട് സബ് ജയിലിൽ നിന്നും കോടതിയിലേക്ക് പോലീസ് എസ്കോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ പാലക്കാട് കോട്ടയ്ക്ക് സമീപം വെച്ച് ഗുണ്ടാ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. പ്രതികളെ സംഭവത്തിന് ശേഷം രക്ഷപ്പെടുത്തുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും സഹായിച്ച 3 മുതൽ 7 വരെ പ്രതികളെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു. അന്നത്തെ കുഴൽമന്ദം ഇൻസ്പെക്ടറും നിലവിലെ പാലക്കാട് അഡീഷണൽ SP-യുമായ PC ഹരിദാസ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ K രാമദാസ്, V കിട്ടു, സുരേന്ദ്രൻ, ഹരിദാസ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി മുൻ അഡീഷണൽ പ്രോസിക്യൂട്ടർ ആനന്ദ്, നിലവിലെ പ്രോസിക്യൂട്ടർ സിദ്ധാർത്ഥൻ എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ 107 രേഖകൾ രേഖപ്പെടുത്തി 44 സാക്ഷികളെ വിസ്തരിച്ചു. ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി, ഒറ്റപ്പാലത്തിന് ഓവറോൾ കിരീടം. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒറ്റപ്പാലത്തിന് ഓവറോൾ കിരീടം. കലയുടെ രാപ്പകലുകൾക്ക് ശ്രീക്ഷപ്പെടുത്ത് കൊടിയിറങ്ങിയപ്പോൾ 904 പോയിന്റുകൾ നേടിയാണ് ഒറ്റപ്പാലം ഓവറോൾ വിജയികളായത്. 877 പോയിന്റുകൾ നേടി മണ്ണാർക്കാട് 2ാം സ്ഥാനവും 868 പോയിന്റ് നേടിയ പട്ടാമ്പി 3ാം സ്ഥാനവും നേടി. ശ്രീക്ഷപ്പെടുത്ത് സമാപിച്ച 63ാമത് പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സ്കൂളുകളിൽ 460 പോയിന്റോടെ ആലത്തൂർ BSS ഗുരുകുലം മറ്റുള്ളവരെ ബഹുദൂരം പിന്നിലാക്കി. 2ാം സ്ഥാനത്തെത്തിയ ആതിഥേയരായ ശ്രീശോരം ഹയർ സെക്കൻഡറി സ്കൂളിന് 254-ഉം 3ാം സ്ഥാനക്കാരായ ചിറ്റൂർ GVHSS-ന് 192 പോയിന്റുകളാണ് ഉള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മണ്ണാർക്കാട് 386 പോയിന്റോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 385 പോയിന്റോടെ ഒറ്റപ്പാലം 2ാം സ്ഥാനവും 374 പോയിന്റോടെ പാലക്കാട് 3ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 357 പോയിന്റ് നേടി ഒറ്റപ്പാലം 1ാം സ്ഥാനക്കാരായി. 355 പോയിന്റ് നേടി പട്ടാമ്പി 2ാം സ്ഥാനവും 347 പോയിന്റ് നേടി മണ്ണാർക്കാട് 3ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ 177 പോയിന്റോടെ ഒറ്റപ്പാലം 1ാം സ്ഥാനം നേടി. 173 പോയിന്റോടെ ആലത്തൂർ 2ാം സ്ഥാനവും 167 പോയിന്റോടെ മണ്ണാർക്കാട് 3ാം സ്ഥാനവും നേടി. തമിഴ് കലോത്സവത്തിൽ 147 പോയിന്റോടെ മണ്ണാർക്കാട് 1ാം സ്ഥാനം നേടി. 135 പോയിന്റ് നേടിയ ചിറ്റൂരിനാണ് 2ാം സ്ഥാനം. സംസ്കൃതോത്സവത്തിൽ 180 പോയിന്റ് നേടി ചെർപ്പുളശ്ശേരി 1ാം സ്ഥാനം കരസ്ഥമാക്കി. 178 പോയിന്റുകളോടെ ഒറ്റപ്പാലം 2ാം സ്ഥാനം നേടി. അറബി കലോത്സവത്തിൽ 158 പോയിന്റ് നേടി ഷൊർണൂർ 1ാം സ്ഥാനത്തെത്തി. 156 പോയിന്റോടെ മണ്ണാർക്കാടിനാണ് 2ാം സ്ഥാനം. ജാപ്പനീസ് പരിസ്ഥിതി പ്രവർത്തകൻ വെള്ളിനേഴി മിയാവാക്കി മാതൃകാവനം സന്ദർശിച്ചു. ജാപ്പനീസ് പരിസ്ഥിതി പ്രവർത്തകൻ വെള്ളിനേഴി മിയാവാക്കി മാതൃകാവനം സന്ദർശിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതയുടെയും സഹകരണത്തോടെ 2 വർഷം മുമ്പ് കുറ്റാനശ്ശേരിയിൽ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ അക്കീര മിയാവാക്കിയാണ് വനവൽക്കരണത്തിന് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചത്. അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ പ്രത്യേക ക്ഷണപ്രകാരം അക്കീര മിയാവാക്കിയുടെ പ്രിയ ശിഷ്യനും ആയുർവേദ ഫിസിയോതെറാപ്പി ഡോക്ടറുമായ നവോ ഹിരോ ഓഹിറ മിയാവാക്കിയാണ് വനം സന്ദർശിച്ചത്. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഓഹിറ മിയാവാക്കിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഓഹിറ കണിക്കുന്ന തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. 5 സെന്റ് സ്ഥലത്ത് 800 വൃക്ഷത്തൈകളാണ് നട്ടിരുന്നത്. കേരളത്തിൽ ഒരു പഞ്ചായത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മിയാവാക്കി വനവൽക്കരണത്തിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും അന്യം നിന്ന് പോകുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് പദ്ധതി കോർഡിനേറ്റർ രാജേഷ് അടയ്ക്കാപുത്തൂർ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചാണ് ചെടികളുടെ പരിപാലനം. ജാപ്പനീസ് ഭാഷാധ്യാപകനും സംസ്കൃതി പ്രവർത്തകനുമായ ജയദേവൻ കൂടത്തൊടി ഓഹ്റയുടെ വാക്കുകൾ തർജ്ജമ ചെയ്തു.
വെളിനേഴി ഗ്രാമപഞ്ചായത്തിനെയും അടയ്ക്കാപ്പുത്തൂർ സംസ്കൃതിയെയും ചടങ്ങിൽ ഓഹിറ അഭിനന്ദിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, വെളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ നമ്പൂതിരി, ജനപ്രതിനിധികളായ കെ അനിൽകുമാർ, ബി ബിന്ദു, ഒ ഗോപാലകൃഷ്ണൻ, കെ പ്രേമ, എം രാജാമണി, സി ജലജ, സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, വള്ളൂർ രാമകൃഷ്ണൻ, എ ആർ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു തദ്ദേശഭരണ സ്ഥാപനമാണ്. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് കലാഗ്രാമം എന്ന നിലയിൽ സവിശേഷതയുള്ള പഞ്ചായത്ത് കൂടിയാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് എത്രമാത്രം നമുക്ക് നമ്മുടെ നാടിനെ ഹരിതാപമാക്കാനും വരുന്ന തലമുറയ്ക്ക് കൂടി ജീവിക്കാനും കഴിയുന്ന നിലയിൽ ഇടപെടാം എന്നതിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളുമൊക്കെ വെളിനേഴി ഗ്രാമപഞ്ചായത്ത് നടത്താറുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരു വർഷം മുമ്പ് മിയാവാക്കി വനം നമ്മുടെ പഞ്ചായത്തിൻ്റെ MCFന് സമീപത്ത് 10 സെന്റ് സ്ഥലത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 5 സെന്റ് സ്ഥലത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പന്നിയങ്കര ടോളിൽ സമീപ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കുള്ള സൗജന്യം നിർത്തും. പന്നിയങ്കര ടോളിൽ സമീപ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കുള്ള സൗജന്യം നിർത്തുന്നു. ഡിസംബർ 5 മുതലാണ് സൗജന്യം നിർത്തലാക്കുന്നത്. അതിനകം പ്രദേശവാസികൾക്ക് പ്രതിമാസമുള്ള 315 രൂപയുടെ പാസ് എടുക്കണമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, വണ്ടാഴി, പുതുക്കോട്, പാണഞ്ചേരി പഞ്ചായത്ത് നിവാസികൾക്കാണ് നിലവിൽ യാത്രാ സൗജന്യം ലഭിച്ചു വരുന്നത്. ഒന്നിലേറെ തവണ ടോൾ കമ്പനി പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കുള്ള സൗജന്യം പിൻവലിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു. ഇനി എന്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ടോൾ പിരിക്കാനാണ് തീരുമാനമെന്ന് ടോൾ കമ്പനി അധികൃതർ പറഞ്ഞു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. താണാവ് ജംഗ്ഷൻ വികസനം വിട്ടുവീഴ്ചക്കില്ലെന്ന് വിജയനഗർ നിവാസികൾ. ഇത് താണാവ് ജംഗ്ഷനാണ്, ഒലവക്കോട്ടുന്ന് ഏറ്റവും അടുത്താണ്. ഇവിടെ റോഡ് വീതി ഇല്ലാത്തതിനാൽ പകുതി വരെ റോഡ് വീതി കൂട്ടൽ പ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. ഇവിടെ റോഡ് വീതി ഇല്ലാത്തതിനാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. അത് പലപ്പോഴായിട്ട് നമ്മൾ വാർത്തകളിൽ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ കോളനി നിവാസികൾ ഒരുപാട് പരാതികൾ പല ബന്ധപ്പെട്ട അധികാരികൾക്കും കൊടുത്തിട്ടും നാളെ ഇതുവരെ ഒരു കാര്യവും അതിന് ഒരു ഇതും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ കോളനികളിൽ നിന്നൊക്കെ വണ്ടികൾ വരുമ്പോ അവർക്ക് ഇവിടെ ഇട്ടിട്ട് തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. അവർക്ക് ഇവിടെ ഇട്ടിട്ട് വണ്ടി തിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഈ കോളനിയിൽ ഇങ്ങോട്ട് വരുമ്പോ അവർക്ക് ഇവിടുന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങളെ കാണുന്നില്ല. മാത്രമല്ല വണ്ടികൾ അമിത സ്പീഡിലാണ് വരുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആയിട്ട് തന്നെ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ജീവനാണ് ആക്സിഡന്റിൽ ഇവിടെ പൊലിഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു വാർത്ത കൊടുക്കാൻ തയ്യാറായത്. പാലക്കാട് ഒലവക്കോട്ടെ താണാവ് ജംഗ്ഷൻ റോഡ് വീതി കൂട്ടണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന് ആവർത്തിച്ച് നാട്ടുകാർ. ദേശീയപാത 966ന്റെ ഭാഗമായി 2 ലൈനുകളായുള്ള റോഡിന്റെ വീതി കൂട്ടലാണ് മുടങ്ങിക്കിടക്കുന്നത്. നിലവിൽ റോഡ് വീതി കൂട്ടുന്നത് താണാവ് ജംഗ്ഷൻ വരെ എത്തുന്നില്ല എന്ന ചില സൂചനകൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ നിലപാട് കടുപ്പിക്കുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണോ വീതി കൂട്ടൽ താണാവിൽ നിന്നും 200 മീറ്റർ മുമ്പായി എത്തി നിൽക്കുന്നതെന്ന് സംശയമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പണി നിർത്തിയത് ദേശീയപാത വികസനം ഒരു കുപ്പിക്കഴുത്താക്കി ചുരുക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുമെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. നിരവധി അപകടങ്ങളാണ് ഇതിനകം സംഭവിച്ചിരിക്കുന്നത്. വിജയനഗർ കോളനി നിവാസികളായ സെബാസ്റ്റ്യൻ, വിശ്വനാഥൻ, രാജു, റെജി കോഷി എന്നിവർ ഇന്ത്യൻ പീപ്പിൾ ടിവിയോട് സാർ ഇത് എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ?
പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പണ്ട് മുതലേ ഉണ്ട്. കാരണം ഇവിടെ ഈ ധാരാളം വാഹനങ്ങൾ വരുന്നു, റോഡ് വളമാണ്. നമുക്ക് ഈ റോഡിൽ നിന്ന് റോഡിലേക്ക് കയറുക എന്ന് പറയുന്നത് നമുക്ക് വിസിബിലിറ്റി ഇല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ വൈഡനിങ് ഇവിടെ കുറച്ചൊരു 100 മീറ്റർ അപ്പുറം കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടം വരെ വാഹനങ്ങൾ വളരെ സ്പീഡിൽ വരികയും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഹോട്ടലിലേക്കാണ്. അപ്പോഴത്തേക്ക് ഈ പരിചയമില്ലാത്ത ഡ്രൈവേഴ്സ് പ്രത്യേകിച്ച് അവർ അറിയാതെ വരുമ്പോഴത്തേക്ക് ഈ ഹൈ സ്പീഡിൽ വന്നിട്ട് ഇങ്ങോട്ട് കടക്കുമ്പോഴത്തേക്ക് അപകടത്തിനുള്ള സാധ്യത. ഈ അടുത്ത കാലത്ത് വളരെയധികം അപകടങ്ങൾ ഈ അവിടം വരെയുള്ള വൈഡനിങ്ങിന് ശേഷം വളരെയധികം അപകടങ്ങൾ, മരണങ്ങൾ വരെ ഈ അടുത്ത കാലത്ത് തന്നെ മരണം സംഭവിച്ചു. ഈ അടുത്ത കാലത്ത് തന്നെ അല്ലാത്ത അപകടങ്ങൾ വളരെ ധാരാളം. ഇപ്പൊ നമുക്ക് വേണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈഡനിങ് നമ്മുടെ ഹൈവേയുടെ വർക്കിന്റെ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് അനുസരിച്ച് ഈ വൈഡനിങ് താനാവ് ജംഗ്ഷൻ വരെയാണ്. ഇപ്പൊ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതാണ് ഒരു പ്രശ്നം. അത് ഈ ജംഗ്ഷൻ വരെ നീട്ടിയിട്ട് ഡിവൈഡറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സൗകര്യമായിരിക്കും. നമ്മൾ ഈ കോളനികൾ പല കോളനികൾ ഇതിൽ അഫക്റ്റഡ് ആണ്. വിജയനഗർ, ഗ്രേസ് അവന്യൂ, ഫ്രണ്ട്സ് അവന്യൂ, ഇതെല്ലാം അഫക്റ്റഡ് ആണ് അവിടുന്ന്. അപ്പൊ ഇത് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഇവിടുന്ന് MP-ക്കും MLA-ക്കും ഒക്കെ ഞങ്ങൾ നിവേദനങ്ങൾ അയച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് അതെന്തോ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആയെന്നാണ് പേപ്പർ ഷാർപ്പ് കർവ്, ഒരു ഡൗൺ ഗ്രേഡും വളവും എല്ലാം ചേർന്ന് വരുന്നൊരു എല്ലാം കൂടെ ഒറ്റയടിക്ക് വന്നു. ബുദ്ധിമുട്ടാണ്. ഈ വൈഡനിങ്ങോട് കൂടി തന്നെ ആ കർവിന്റെ ഭാഗത്ത് യെല്ലോ ലൈറ്റ്, വാർണിംഗ് ലൈറ്റും അതുപോലെ റബ്ബർ സ്ട്രിപ്പ് 2 എൻഡിലും ഈ വർക്ക് കഴിയുന്നവരെയും കൊടുക്കുകയാണെങ്കിൽ വാഹനങ്ങളുടെ വേഗത പരിധി വരെ കൺട്രോൾ ചെയ്യാം. അതായത് നിലവിൽ ഈ വാർത്ത വന്നു എന്നല്ലാണ്ട് ഉടൻ എത്രയും പെട്ടെന്ന് ഈ പ്രവൃത്തി ആരംഭിക്കണം എന്നാണ് കോളനിവാസികൾക്കും ബാക്കിയുള്ളവർക്കും എല്ലാം പറയാനുള്ളത്. ഒരുപാട് നിവേദനങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ട് കുറെ ആയില്ലേ, നിവേദനങ്ങൾ കൊടുത്തിട്ടൊക്കെ കുറെ ആയി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വളരെ പേടിച്ചാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വളരെ കുട്ടികളൊക്കെ കൂടിയാൽ പോലും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ താണാവ് ജംഗ്ഷനിലെ കോളനി ഭാഗത്തു നിന്ന് വളരെ റിച്ച് ആയിട്ടുള്ള പോപ്പുലേഷനുള്ള സ്ഥലത്തു നിന്ന് വരുന്ന വണ്ടികൾ ഒരേ സമയത്ത് വരുന്നു. പെട്രോൾ ബങ്ക്, ഫ്ലാറ്റ്, കോളനികളെല്ലാം ഷാർപ്പായിട്ടുള്ള ടേണിങ്, ഇറക്കം, ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കോളനികളിൽ ഞങ്ങൾക്ക് ഈ കോളനിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മുമ്പിലോട്ട് റൈറ്റ് സൈഡിലേക്ക് തീരെ വ്യൂ ഇല്ല. അതുകൊണ്ട് വളരെ ആക്സിഡന്റ് ഉണ്ടാകുന്നു. മാത്രമല്ല ചിലപ്പോൾ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തായിരിക്കും ഞങ്ങൾ ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോ എല്ലാവർക്കും പറയാനുള്ളത് ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ആവട്ടെ എന്നാണ്. അല്ലെ, നമുക്ക് എന്തായാലും ആക്സിഡന്റ്. നിർമ്മാണം അപൂർണമായ ഭാഗങ്ങളിലെ വിശിഷ്യ ഗാന്ധിനഗർ, ഹിൽവ്യൂ നഗർ, ഫ്രണ്ട്സ് അവന്യൂ, വിജയനഗർ പ്രദേശങ്ങളിലെ താമസക്കാരായ ജനങ്ങളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പം മണ്ണാർക്കാട് തൊട്ട് താണ വരെ ഉള്ള റോഡ് ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും വീതി കൂട്ടിയിട്ട് പാർക്കിംഗ് പ്ലേസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വാഹനങ്ങൾ വരെയുള്ള റിസ്ക്, ഇത്രയും വാഹനങ്ങള് ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ പാർക്കിംഗ് പ്രധാന ഒരു വിഷയമാണ്. ഇവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞ കാര്യമില്ല. ഇനി നിലവിലുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു നേരെയായിട്ട് പോവാണ്. വീതി കമ്മിയാണ്, വളരെ വീതി കമ്മിയായിട്ട് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ വെച്ച് ക്ലോസ് ആണ് ഈ റോഡ്. പൂച്ചിറ എൻഡിൽ വെച്ച് താണാവിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ റോഡ് താണാവ് എത്തുന്നതിന് മുമ്പേ റോഡ് ഇവിടുന്ന് നേരമായി. അപ്പൊ ഇവിടുന്ന് ജനങ്ങൾ സ്വാഭാവികമായിട്ടും വരുമ്പോ വളരെ സ്പീഡിലാണ്. പയ്യന്മാരെ പൊതുവെ ചെറുപ്പക്കാരറിയാലോ, വളരെ സ്പീഡിൽ വരും. ഈ അടുത്ത പ്രദേശങ്ങളിലേക്ക് റോഡിനെ കുറിച്ച് ചെറിയൊരു ധാരണയുണ്ട്. ഇപ്പൊ മണ്ണാർക്കാട് അവിടുന്ന് ആ ഭാഗത്ത് വരുന്ന ജനങ്ങൾക്ക് ഈ റോഡിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പൊ റോഡ് വെച്ച് അടിച്ചു പോകുന്ന സമയത്ത് അവിടെ വെച്ച് നേരെയാവും ആക്സിഡന്റ്. ഇതിപ്പോ എന്തെങ്കിലും ബെൻഡ് കാര്യങ്ങൾ, ഈ റോഡ് ബെൻഡും ഒക്കെ ഈ ബെൻഡൊക്കെ എടുക്കുന്ന അന്നവർക്ക് കഴിയായിരുന്നു. അന്ന് അതൊന്നും ചെയ്തില്ല. ഞാൻ ഈ സ്ഥലത്തിന്റെ ഒരാളാണ്. സ്ഥലത്ത് നിന്ന് 2 സെന്റ് പോലെ നമുക്ക് പ്രശ്നമില്ല, വീതി കൊടുക്കും. നമുക്ക് ഇമ്പ്രൂവ്മെന്റ് അത് വളരെ നല്ല കാര്യം. നിങ്ങളത് പറഞ്ഞത് വളരെ നല്ല കാര്യം. ഞങ്ങളുടെ സ്ഥലം പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ ആക്സിഡന്റുകൾ കുറയണം. അത് നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല കാര്യം. എല്ലാവരും മനോഭാവം വേണം.
വീതി കൂടിയ വഴിയിൽ നിന്നും വീതി ചുരുങ്ങിയ ഭാഗത്തേക്ക് വാഹനങ്ങളും കാൽനട യാത്രികരും കടക്കുമ്പോഴാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒറ്റപ്പാലം NSS കോളേജ് യൂണിയൻ വീണ്ടും KSUവിന്. ഒറ്റപ്പാലം NSS കോളേജ് യൂണിയൻ ജനറൽ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ KSU വിജയിച്ചു. 9 ജനറൽ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇന്ന് നടത്തിയത്. നേരത്തെ ക്ലാസ് പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ തുല്യ വോട്ടുകൾ വന്ന ക്ലാസുകളിലെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലി സംഘർഷാവസ്ഥ സംജാതമായതിനെ തുടർന്ന് റവന്യൂ പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം ജനറൽ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന് ജില്ലയിൽ വിപുലമായ പരിപാടികൾ. ലോക എയ്ഡ്സ് ദിനാചരണം ഡിസംബർ 2-ന്. ഡിസംബർ 1-ന് ഞായറാഴ്ചയായതിനാലാണ് ഡിസംബർ 2-ന് ദിനാചരണം നടത്തുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ KR വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. HIV അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. എയ്ഡ്സ് ബാധിതരുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയാണ്. ചികിത്സ ഫലപ്രദമാണെന്നും അണുബാധിതരുടെ രോഗാവസ്ഥ നേരത്തെ അറിഞ്ഞാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുമെന്നും DMO വ്യക്തമാക്കി. ഹോമോസെക്ഷൽസ് പിന്നെ അതായത് ഫീമെയിൽ സെക്സ് വർക്കേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, IV ഡ്രഗ് യൂസേഴ്സ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെസിഫിക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ഹെൽത്തിന്റെ ആളുകളും കൂടിയുള്ള പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കതിന് ഈ രോഗത്തിനെ കുറിച്ചുള്ള അവയർനെസ്സും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ, ഫിനാൻഷ്യൽ, സോഷ്യൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അതായത് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ ഗ്രൂപ്പ്സ് അതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിവിധ തരങ്ങളായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഈ ഒരു നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡിസംബർ 1-ാം തീയതി അണുബാധിതരായ ഗർഭിണികളുടെ കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവ് ആകാതിരിക്കാനുള്ള ചികിത്സകളും ഫലപ്രദമാണ്. മുൻകരുതൽ എടുത്താൽ രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കുവാനും കഴിയും. ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ ഇടയിലെ ബോധവൽക്കരണം മൂലം ഇവരിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും DMO പറഞ്ഞു. എയ്ഡ്സ് ദിനാചരണത്തിന്റെ മുന്നോടിയായി വൈകിട്ട് 5-ന് ചെറിയ കോട്ട മൈതാനത്ത് ദീപം തെളിയിച്ചു. തുടർന്ന് കഥാപ്രസംഗവും കലാപരിപാടികളും നടന്നു. 2-ന് രാവിലെ മുട്ടിക്കുളങ്ങര KAP ക്യാമ്പിന് സമീപത്തു നിന്നും ബോധവൽക്കരണ റാലി ആരംഭിക്കും. തുടർന്ന് മുട്ടിക്കുളങ്ങര സെന്റ് ആൻഡ്സ് സ്കൂളിൽ നടക്കുന്ന പൊതുസമ്മേളനം A. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ഹരിദാസൻ C, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ, ദിശ മാനേജർ സുനിൽകുമാർ S എന്നിവരും പങ്കെടുത്തു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശമെന്ന് PTA. സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശമെന്ന് PTA. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കാമെന്ന് നിർമ്മാണ ഏജൻസിയായ കില ഹൈക്കോടതിക്ക് ഉറപ്പു നൽകിയതായും PTA പ്രസിഡന്റ് PMA ജലീൽ അറിയിച്ചു. 2018-ലെ വിദ്യാഭ്യാസ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പൊതുവിദ്യാഭ്യാസ സ്കീമിലെ 27 സ്കൂളുകളിൽ ഉൾപ്പെട്ടതാണ് ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് HSS. മറ്റൊരു കാരണവുമില്ലാതെ നിർമ്മാണം നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ PTA നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്ന് ജലീൽ അറിയിച്ചു. 520 വിദ്യാർത്ഥികളും 20 അധ്യാപകരുമാണ് വിദ്യാലയത്തിലുള്ളത്. നിലവിൽ ചോർച്ചയും ബലക്ഷയവുമുള്ള കെട്ടിടത്തിലാണ് ഹയർ സെക്കൻഡറി പ്രവർത്തിച്ചു വരുന്നതെന്നും ജലീൽ പറഞ്ഞു. ലഹരിക്കെതിരെ രക്ഷിതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ രക്ഷിതാക്കളുടെ സംഗമം ഒറ്റപ്പാലം വരോട് KPSMM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ രക്ഷിതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. ഷൊർണൂർ DYSP R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി അതിലൂടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമാധാനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള 5 ദിവസത്തെ അവധിയെ ഞാൻ ഒട്ടേറെ പ്രശംസിക്കുകയാണ്. അതിൽ നേതൃത്വം നൽകിയിട്ടുള്ള അധ്യാപകർ തീർച്ചയായിട്ടും ഹൃദയം നിറഞ്ഞ പ്രശംസ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ സ്വാഗതം പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നത് രക്ഷിതാക്കൾ മനഃശാസ്ത്ര വിദഗ്ധ ഇന്ദിരാ ഗംഗാധരൻ രക്ഷിതാക്കൾക്ക് ക്ലാസ് നൽകി. ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെ 5 ദിവസങ്ങളിലായി നടത്തിയ പരിപാടികളുടെ സമാപനമായിരുന്നു രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്. പ്രിൻസിപ്പൽ C. രാജേഷ് കുമാർ അധ്യക്ഷനായി. സബ് ഇൻസ്പെക്ടർ PV സുഭാഷ്, പ്രോഗ്രാം ഓഫീസർ TP പ്രദീപ് കുമാർ, T. കബീർ, K. കൃഷ്ണദാസ്, അധ്യാപകരായ സജി PJ, ഐശ്വര്യ M, അരുണിമ P. നായർ, സ്മിത P, ഗീത CB, NSS വളണ്ടിയർ ലീഡർ K. ഐശ്വര്യ എന്നിവർ സംസാരിച്ചു.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്. എന്തായാലും മേഡത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിൻസിപ്പൽ സാർ സാധാരണ സ്കൂളുകളിൽ ഈ 5 ദിവസത്തെ പരിപാടികളൊക്കെ സംഭവിക്കാറുണ്ട്. ഒരു 2 മണിക്കൂർ വരെ ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോട് കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സാന്ത്വന പരിചരണ യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു. സാന്ത്വന പരിചരണ യൂണിറ്റ് 17ാം വാർഷികവും പൊതുയോഗവും എലപ്പുള്ളി സ്നേഹതീരം പാലിയേറ്റീവ് യൂണിറ്റ് വാർഷിക പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ആദ്യം നമ്മുടെ ഈ സ്നേഹതീരത്തിന്റെ ഇത്തരം ഒരു പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിന് വളരെയേറെ സന്തോഷമായിട്ട് എല്ലാവരും കണക്കാക്കും. ഭാഗ്യമൊക്കെ മാസങ്ങളോളം കാത്തിരിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴാ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു കുടുംബ സംഗമമാണല്ലോ. അപ്പം ഈ കുടുംബത്തിലേക്ക് എത്തിച്ചേരുക പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. പാലിയേറ്റ് കെയർ ചെയർപേഴ്സൺ ഗിരിജ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, ജോജിത കിടിയിൽ, എം ഹരിദാസ്, കേശവദാസ്, ഗിരീഷ് കടംതുരുത്തി, ഗീത ഉണ്ണികൃഷ്ണൻ, സുനിൽകുമാർ, മുജീബ്, രമേശ് എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർക്ക് അക്ബർ അലി ക്ലാസ് എടുത്തു. റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കൽ, കലാപരിപാടികൾ, തെരഞ്ഞെടുപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായ നെൽസസ് ഹോം കെയർ ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം, നമ്മൾ ദിവസം 1 എന്നുള്ള ഹോം കെയറിന് പകരം നമ്മൾ 2 ഹോം കെയറിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ വാഹനം കഴിഞ്ഞ വർഷം വാങ്ങിക്കുകയും 2 ഹോം കെയറുകൾ സ്മൂത്തായിട്ട് ആഴ്ച 4 ദിവസം 2 ഹോം കെയറുകൾ വീതം നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ പേഷ്യൻസിന് കൂടുതൽ മെച്ചപ്പെട്ട പരിചരണം ലഭിക്കുന്നതിന് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ വളണ്ടിയർ ഹോം കെയർ നമ്മുടെ വീടുകളിൽ വളണ്ടിയേഴ്സ് തനിച്ച് നടത്തുന്ന വിസിറ്റുകളാണ്. അതിങ്ങനെ റെഗുലറായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് നമ്മുടെ വളണ്ടിയർ ഹോം കെയറുകൾ വളരെ സ്ട്രോങ് ആണ്. ആ വളണ്ടിയർ ഹോം കെയർ വഴി പല കാര്യങ്ങളിലും പേഷ്യൻസിൻ്റെ ഇടപെടാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബേസിൽ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സിടിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 6 വയസ്സുകാരി മരിച്ചു. സ്കൂൾ ബസ്സിടിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 6 വയസ്സുകാരി മരിച്ചു. ആലത്തൂർ എരിമയൂർ ചുള്ളിമട കൃഷ്ണദാസ് രജിത ദമ്പതികളുടെ ഏകമകൾ തൃതീയയാണ് മരണപ്പെട്ടത്. എരിമയൂർ സെന്റ് തോമസ് മിഷൻ LP സ്കൂളിലെ 1ാം ക്ലാസ്സുകാരിയാണ് തൃതീയ. ഇന്നലെ വൈകിട്ട് 4-നായിരുന്നു അപകടം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ തൃതീയ ബസ്സിൽ നിന്നിറങ്ങി മുന്നിലൂടെ റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് ഇതേ ബസ് ഇടിച്ച് അപകടമുണ്ടായത്. ലോഡ്ജ് ഉടമയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച 3 പേർക്ക് തടവും പിഴയും. ലോഡ്ജ് ഉടമയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച 3 പേരെ തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചു. മുണ്ടക്കോട്ട് കുറിശി തോട്ടത്തിൽ ഷിബുമോൻ, കുഞ്ഞിക്കുറിച്ചി തൊഴുത്തിൽ സൽമാനുൽ ഹാരിസ്, വല്ലപ്പുഴ കുറുവട്ടൂർ ഈപ്പച്ചേരി സജിമോൻ എന്നിവരെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി PG ഘോഷ 3.5 വർഷം തടവിനും 5000 രൂപ പിഴ നൽകാനും ശിക്ഷിച്ചത്. 2021 നവംബർ 2 വൈകിട്ടാണ് സംഭവം. ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള കുളപ്പുള്ളിയിലെ സ്വകാര്യ ലോഡ്ജിൽ എത്തിയ പ്രതികൾക്ക് മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ റൂം നൽകുവാൻ വിസമ്മതിച്ചതിന്റെ വൈരാഗ്യത്തിൽ ബഷീറിനെ മാരകായുധമായ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ലോഡ്ജ് മാനേജർ ഹംസയെ മർദ്ദിക്കുകയും ചെയ്തുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഷൊർണൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന വനിൽകുമാർ KV രജിസ്റ്റർ ചെയ്ത കേസ് സബ് ഇൻസ്പെക്ടർ വിനോദ് OV അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി ഒറ്റപ്പാലം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PM ജയ ഹാജരായി. കേസിൽ 16 സാക്ഷികളെ വിസ്തരിച്ച് 26 രേഖകൾ സമർപ്പിച്ചു. ASI സുധീർ MB പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കഞ്ചാവ് കടത്ത് 2ാം പ്രതിയായ തമിഴ്നാട് സ്വദേശിക്ക് കഠിന തടവും പിഴയും. കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു. കേസിലെ 2ാം പ്രതി പൊള്ളാച്ചി കോടൂർ റോഡ് ശൂലേശ്വരം പട്ടി NGO കോളനിയിൽ അഷ്റഫ് അലിയെയാണ് പാലക്കാട് 2nd അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് D സുധീർ ഡേവിഡ് ശിക്ഷ വിധിച്ചത്.
പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി അധിക തടവും അനുഭവിക്കണം. 2016 ഒക്ടോബർ 14-ന് 16:25 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം. 1-2 പ്രതികൾ പാലക്കാട് സിവിൽ സ്റ്റേഷൻ സമീപം TN 41 AC 3672 നമ്പർ കാറിൽ നിരോധിക്കപ്പെട്ട മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 10 കിലോഗ്രാം കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനായി കൈവശം വെച്ചിരിക്കുന്നതായി കണ്ട് അന്നത്തെ ടൗൺ സൗത്ത് SI സുജിത് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ സുരേഷ് ബാബു, വിജയ് കുമാർ, SCPO ദീപു, സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് അഷ്റഫ് അലിയെ പിടികൂടിയത്. കേസിന്റെ തുടരന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന R മനോജ് കുമാർ ആയിരുന്നു. കേസിലെ 1-ാം പ്രതി രാജേഷ് ഒളിവിലാണ്. പ്രോസിക്യൂഷനു വേണ്ടി മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനോജ് കുമാർ, നിലവിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീനാഥ് വേണു എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ 14 സാക്ഷികളെ വിസ്തരിച്ച് 37 രേഖകൾ സമർപ്പിച്ചു. തട്ടുകടയിലെ വാക്തർക്കത്തിനിടെ കൊലപാതക ശ്രമം, കടയുടമയ്ക്ക് ജീവപര്യന്തം തടവും 1/2 ലക്ഷം പിഴയും. തട്ടുകടയിലെ വാക്തർക്കത്തിനിടെ പട്ടികജാതിയിൽപ്പെട്ട യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾക്ക് ജീവപര്യന്തം തടവും 1/2 ലക്ഷം രൂപ പിഴയും. ചാലിശ്ശേരി തണ്ണീർക്കോട് കുരുത്തോല വളപ്പിൽ ഹംസയെയാണ് മണ്ണാർക്കാട് SC/ST കോടതി ജഡ്ജ് ജോമോൻ ജോൺ ശിക്ഷിച്ചത്. 2022 ഒക്ടോബർ 18 രാത്രിയിലാണ് സംഭവം. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട തണ്ണീർക്കോട് വെച്ച് പ്രതി നടത്തി വന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുന്നതിനെത്തിയ അയൽവാസിയും പട്ടികജാതിക്കാരനുമായ 37-കാരൻ സനീഷുമായി ഭക്ഷണം നൽകുന്നത് സംബന്ധിച്ചുണ്ടായ വാക്തർക്കത്തിനിടെ കടയിലെ കത്തികൊണ്ട് സനീഷിന്റെ വയറ്റിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസത്തെ കഠിന തടവിനും പിഴ അടയ്ക്കുന്ന പക്ഷം 10,000 രൂപ പരിക്കേറ്റ സനീഷിന് നൽകുവാനും വിധിയായിട്ടുണ്ട്. ചാലിശ്ശേരി SI ആയിരുന്ന പ്രവീൺ KJ രജിസ്റ്റർ ചെയ്ത കേസ് ഷൊർണൂർ DYSP ആയിരുന്ന S സുരേഷ് അന്വേഷണം നടത്തി കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചു. SI-മാരായ ഗ്ലാഡിൻ ഫ്രാൻസിസ്, കൃഷ്ണൻ, SCPO സുനിൽ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് P ജയൻ ഹാജരായി. ബാലികയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാൾക്ക് കഠിന തടവും പിഴയും. ബാലികയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാൾക്ക് 1.5 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. എലപ്പുള്ളി രാമശ്ശേരി കോവിൽ പാളയം സ്വദേശി മണികണ്ഠനെയാണ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി T സഞ്ജു ശിക്ഷിച്ചത്. പിഴത്തുക ഇടയ്ക്ക് നൽകാനും പിഴ അടയ്ക്കാത്ത പക്ഷം 2 മാസം അധിക കഠിന തടവ് അനുഭവിക്കണമെന്നുമാണ് ഉത്തരവ്. 2023 സെപ്റ്റംബർ 25-നാണ് കേസിനാസ്പദമായ സംഭവം. രാവിലെ സ്കൂളിലേക്ക് പോയ 17 വയസ്സുകാരിയായ അതിജീവിതക്കെതിരെ നഗ്നതാ പ്രദർശനം നടത്തി കുട്ടിക്ക് മാനസികാഘാതം ഉണ്ടാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അന്നത്തെ വാളയാർ SI ഹർഷാദ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ T ശോഭന, C രമിക എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ 10 സാക്ഷികളെ വിസ്തരിച്ച് 15 രേഖകൾ സമർപ്പിച്ചു. കഞ്ചാവ് കടത്തിയ 3 പ്രതികൾക്ക് 30 വർഷം കഠിന തടവും 6 ലക്ഷം പിഴയും. കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതികൾക്ക് 30 വർഷം കഠിന തടവും 6 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വയനാട് സുൽത്താൻ ബത്തേരി പുഴുപ്പത്തൂർ കൂട്ടുങ്ങൽ പറമ്പ് അബ്ദുൽ ഖയും, 2-ാം പ്രതി കൽപ്പറ്റ ചുഴലി മാമ്പറ്റപ്പറമ്പിൽ മുഹമ്മദ് ഷിനാസ്, 3-ാം പ്രതി മലപ്പുറം കൊണ്ടോട്ടി വാടക്കാട് ചെറുവായൂർ ഷഫറുദ്ദീൻ എന്നിവർക്കാണ് പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് D സുധീർ ഡേവിഡ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി അധിക തടവും അനുഭവിക്കണം. 2021 ജൂലൈ 28-ന് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ NH 544 റോഡിൽ ആലത്തൂർ സ്വാതി ജംഗ്ഷൻ എന്ന സ്ഥലത്ത് SI ജിഷ്മോൻ വർഗീസിന് രഹസ്യ വിവരം കിട്ടിയതനുസരിച്ച് വാഹന പരിശോധന നടത്തി വരവെ 3:45 മണിക്ക് KL 60C 6523 നമ്പർ കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന 1ഉം 2ഉം പ്രതികളുടെ കൈവശം പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞതും കവർ ഉൾപ്പെടെ നിയമപ്രകാരം ഉപയോഗിക്കുന്നതും കൈവശം വെക്കുന്നതും നിയമമൂലം നിരോധിച്ചതുമായ ഉണങ്ങിയ 142.2 കിലോഗ്രാം കഞ്ചാവുമാണ് കാണപ്പെട്ടത്. അന്നത്തെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ SI-മാരായ ജിഷ്മോൻ വർഗീസ്, പ്രശാന്ത്, CPO-മാരായ ജയൻ, സ്മിതേഷ്, ബ്ലസൻ ജോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് അന്നത്തെ ആലത്തൂർ സബ് ഇൻസ്പെക്ടറായിരുന്ന ഗിരീഷ്, ഇൻസ്പെക്ടർ A രമേശ് എന്നിവരായിരുന്നു. കേസിന്റെ തുടരന്വേഷണം നടത്തി 3-ാം പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ റിയാസ് ചക്കീരിയാണ്. പ്രോസിക്യൂഷന് വേണ്ടി മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനോജ് കുമാർ, നിലവിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീനാഥ് വേണു എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ 45 സാക്ഷികളെ വിസ്തരിച്ച് 123 രേഖകൾ സമർപ്പിച്ചു. ടാറിംഗ്, കൊല്ലങ്കോട് കുനിശ്ശേരി റോഡിൽ ഗതാഗത നിരോധനം. കൊല്ലങ്കോട് കുനിശ്ശേരി റോഡിൽ ഗതാഗത നിരോധനം. കൊല്ലങ്കോട് കുനിശ്ശേരി റോഡിലെ കിലോമീറ്റർ 4000 മുതൽ കിലോമീറ്റർ 8500 വരെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ ഡിസംബർ 31 വരെ ഗതാഗതം നിരോധിച്ചതായി ചിറ്റൂർ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൊല്ലങ്കോട് പല്ലശന ഭാഗത്തു നിന്നും പല്ലാവൂർ നെന്മാറ കുനിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പല്ലശന കാക്കിയൂർ മുരിങ്ങമല പല്ലാവൂർ വഴി തിരിഞ്ഞു പോകണം. കൊല്ലങ്കോട് കോവിലകം മുക്ക് നിന്നും പല്ലാവൂർ കുനിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വിത്തനശ്ശേരി പല്ലാവൂർ വഴിയും പോകേണ്ടതാണ്. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ.
ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്ത തുടരുന്നു. അമ്പലപ്പാറ പഞ്ചായത്തിൽ കേരളോത്സവം മത്സരങ്ങൾ നാളെ മുതൽ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ചെറുമുണ്ടശ്ശേരി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കാലത്ത് 7:30 ക്രിക്കറ്റ് മത്സരം നടത്തുന്നതാണ്. വൈകിട്ട് 4 മണിക്ക് ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരവും നടത്തുന്നതാണ്. രണ്ടാം ദിനമായ ഡിസംബർ 2 AVM ഹൈസ്കൂളിൽ വെച്ച് ബാസ്കറ്റ്ബോൾ മത്സരവും 7-8 തീയതികളിൽ MLC മൈതാനത്ത് വെച്ച് ഫുട്ബോൾ മത്സരവും നടത്തുന്നതാണ്. 8 കടമ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങളും പുലാപ്പറ്റശ്ശേരി ഒണക്കംപാറയിൽ വെച്ച് വടംവലി മത്സരവും നടത്തുന്നതാണ്. 10 പഞ്ചഗുസ്തി മത്സരവും 13 AVM ഹൈസ്കൂളിൽ വെച്ച് കബഡി മത്സരവും നടത്തുന്നതാണ്. 14 കടമ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ മത്സരവും അന്നേ ദിവസം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് കലാമത്സരങ്ങളും നടത്തുന്നതാണ്. പഞ്ചായത്ത് തല മത്സരങ്ങൾ ഡിസംബർ 15 അവസാനിക്കുന്നതാണ്. പെരുമാട്ടി പഞ്ചായത്ത് കേരളോത്സവം മത്സരാപേക്ഷകൾ രജിസ്ട്രേഷൻ 6 വരെ. കേരളോത്സവം മത്സരങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ കേരളോത്സവം ഡിസംബർ 9 മുതൽ 12 വരെയാണ് നടക്കുക. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ keralotsvam.com എന്ന വെബ്സൈറ്റ് വഴി ഡിസംബർ 6 അപേക്ഷകൾ നൽകണമെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഴൽമന്ദം ശിവദാസൻ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും 5 ലക്ഷം പിഴയും. ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി. ഒറ്റപ്പാലത്തിന് ഓവറോൾ കിരീടം. ജാപ്പനീസ് പരിസ്ഥിതി പ്രവർത്തകൻ വെള്ളിനേഴി മിയാവാക്കി മാതൃകാവനം സന്ദർശിച്ചു. പന്ന്യങ്കാര ടോളിൽ സമീപ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്കുള്ള സൗജന്യം നിർത്തുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.